ഇന്ത്യയും ചൈനയും വീണ്ടും ബായി ബായി ആവുകയാണോ? പഴയതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ച് നല്ല സുഹൃത്ത് രാജ്യങ്ങളായി മാറുവാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിനു മുന്നോടിയായിട്ടാണ് ചൈനീസ് വിദേശകാര്യ വകുപ്പ് മന്ത്രി വാങ് യിയുടെ ഇന്ത്യ സന്ദർശനം. ഇന്ത്യയും ചൈനയുമായുണ്ടായ ബന്ധങ്ങളിലെ തിരിച്ചടികൾ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ താൽപ്പര്യമായിരുന്നില്ല എന്ന് വാങ് യി പറഞ്ഞു. 2024 മോദിയും ഷിയും തമ്മിലുള്ള ചർച്ചയാണ് അതിർത്തി പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിക്കുന്നതിന് സഹായിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പോസിറ്റീവ് ട്രെൻഡ് ആണ് ഉള്ളതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ മോശമായത്. അതിനുശേഷമാണ് ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ അടുക്കുകയും ചെയ്തത്. കൂടാതെ റഷ്യയെ വിട്ട് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുവാനും ഇന്ത്യ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യക്ക് വേണ്ട പല ടെക്നോളജികളും തരാമെന്ന് അമേരിക്ക വാക്കാൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ തേജസ് ഫൈറ്ററുകളുടെ എഞ്ചിനുകളടക്കം പല സാങ്കേതിക വിദ്യകളും ഇന്ത്യക്ക് തരാമെന്ന് അമേരിക്ക നേരത്തെ സമ്മതിച്ചതാണ്. പിന്നീടാണ് യുക്രൈനുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ സംബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപുമായി ഇന്ത്യ തെറ്റുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ 50% തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതാണ് പെട്ടെന്ന് തന്നെ ഇന്ത്യയും ചൈനയുമായി തമ്മിൽ വീണ്ടും ബായി ബായി ആകുവാൻ കാരണമാകുന്നത്. ഇന്ത്യക്കെതിരെ മാത്രമല്ല ചൈനയ്ക്കെതിരെയും അമേരിക്കയുടെ ഭീഷണി നിലവിലുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടത് ചൈനയെ വളഞ്ഞിട്ടാക്രമിക്കുവാൻ ഒരു സഹായിയെ കിട്ടുക എന്നത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയെ അമേരിക്ക ഉപയോഗിക്കുന്നത്. ചൈനയുടെ കുതിക്കുന്ന വളർച്ച അമേരിക്കയ്ക്ക് ആശങ്ക ഉളവാക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നമ്പർ 1 രാജ്യമായി തന്നെ ചൈന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അമേരിക്കയുടെ കണ്ണുകടി. ആ ചൈനയ്ക്കിട്ട് ഒരു പണി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയെ അമേരിക്ക കൂട്ടുപിടിക്കുന്നത്. എന്നാൽ റഷ്യയുമായുള്ള സഹകരണത്തിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന അമേരിക്കയ്ക്കിട്ട് ഒരു പണി തിരിച്ചു കൊടുക്കുവാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെയും ശ്രമം. ഏതായാലും ഉർവശി ശാപം ഉപകാരമെന്ന രീതിയിലാവുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വർഷങ്ങളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ. ഇത് പരിഹരിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ സഹകരണത്തിലൂടെ സുസ്ഥിരമായൊരു വളർച്ച നമുക്ക് കാണുവാൻ സാധിക്കും.